ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ അറിവ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മുട്ടച്ചമ്മന്തി എങ്ങനെ തയ്യാറാക്കാമെന്ന് പറയാനാണ്. അതിന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് തേങ്ങ, പിന്നെ കുറച്ച് ചപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു 3 പച്ചമുളക്, ഇത് പിന്നെ ഇഞ്ചിയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചമുളകാണ് ഇത്. അതുകൊണ്ട് നമ്മൾ എരിവ് ഉണ്ടാകുമെന്ന് അറിയില്ല, അതിനനുസരിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മളെല്ലാതും ഒന്ന് മിക്സിയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതത് നമ്മൾ അടിച്ചെടുത്ത് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് മൈദ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മൈദയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിനുള്ള നമ്മളുടെ മാവിലേക്കുള്ള ഉപ്പിട്ട് ഇതപ്പോൾ നമ്മളുടെ ഉപ്പ് ഒരു പാത്രത്തിൽ, ഇത് മസാല പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മസാല നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ കുഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളുടെ മറ്റേ മാവ് ഒന്ന് നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. നന്നായിട്ട് വെള്ളം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് കടലമാവ് കൊണ്ടും നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഇപ്പോൾ മൈദ കൊണ്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നല്ലൊരു പരുവമായി വരുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ ഇത് ഈ ഒരു പരുവാകുവോളം ഒന്നാക്കിയതിന് ശേഷം റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ നമ്മളുടെ ചമ്മന്തിയും മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചമ്മന്തി പൊതിഞ്ഞതിന് ശേഷം ഇതിൽ മുക്കിയെടുത്തിട്ടാണ് നമുക്ക് നമ്മളുടെ ഇത് തയ്യാറാക്കി എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മുട്ട എടുക്കണം. മുട്ട 4ആയി മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മുട്ട മുറിച്ചെടുക്കുക. ഇങ്ങനെ ഒരു മുട്ട 4ആയി മുറിച്ചതിന് ശേഷം ഇതിന് ചുറ്റും ഈ ചമ്മന്തി ഒന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പോൾ ചമ്മന്തി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാതും ഇങ്ങനെ പൊതിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാതും ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതായത് മുഴുവനായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. ഞാനിത് മാവിൽ മുക്കിയെടുത്താണ് നേരെ ചട്ടി ചൂടാക്കി വെച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയ ശേഷം നമുക്ക് നേരെ ഇത് അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളുടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ മസാലയിലേക്ക് ഇങ്ങനെ മുക്കിയെടുത്ത് നമുക്കിതുപോലെ എല്ലാതും റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതവിടെ നമ്മുടെ മുട്ടച്ചമ്മന്തി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി എൻ്റെ പുതിയ വീഡിയോസ് ഇനിയും കാണാം. അതുവരെ ബായ്.